സന്ദീപ് വാര്യർ, ഈ പറഞ്ഞ എസ് ജയസൂരിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനയടക്കം അമിത്ഷാ കർണാടകയിൽ പറഞ്ഞതടക്കം കേരളത്തെ ഭീകരവാദവൽക്കരിക്കാനുള്ള ഒരുപിടി ശ്രമങ്ങളുടെ എത്ര ഉദാഹരണം നമുക്ക് കാണിച്ചു തരാം. അത് പോട്ടെ, അത് വിട്ടേക്കൂ. അതിന്റെ തുടർച്ചയല്ല. ഇപ്പൊ ജോർജ് കുര്യൻ സാധാരണത്തിൽ അങ്ങനെയൊന്നും പറയാത്ത വളരെ മിതവാദിയായ ഒരു നേതാവാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഇവിടെ കേരളം പിന്നോക്ക സംസ്ഥാനമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുക, അതിനുശേഷം സാഹചര്യത്തെ ആലോചിക്കാം എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു വെർഷനുള്ളത് എന്താണ് സന്ദീപ്? നോക്കൂ ഹഷ്മി, ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കേരളം സഹായം അല്ലെങ്കിൽ കേരളത്തിന് ലഭിക്കേണ്ട സഹായം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യമല്ലല്ലോ. അത് സ്വാഭാവികമായിട്ടും കേരളത്തിന് ലഭിക്കാൻ അർഹതയുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ളൊരു അംശമാണ് കേരളത്തിന് സഹായമായി ലഭിക്കേണ്ടത്. അത് ഏതെങ്കിലും കേന്ദ്രമന്ത്രി നിങ്ങൾ പിന്നോക്കാവസ്ഥയിലാണെന്നൊരു അരപ്പായ പേപ്പറിൽ എഴുതിത്താ എന്നാൽ പരിഗണിക്കാം എന്ന് പറയാൻ തക്കവണ്ണം അദ്ദേഹത്തിന്റെ തറവാട്ട് മുതലൊന്നും അല്ലല്ലോ കേരളം ചോദിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ നികുതി പണത്തിൽ നിന്ന് അർഹിക്കുന്നൊരു വിഹിതമല്ലേ ചോദിച്ചിട്ടുള്ളത്. അത് ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്രത്തോളം പുകിലുണ്ടാക്കുന്നത്? ഒന്ന്. രണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതേ ആർഗ്യുമെന്റ് ആന്ധ്രയോടോ അല്ലെങ്കിൽ ബീഹാറിനോടോ സ്വീകരിക്കാൻ ഈ BJP സർക്കാരിന് സാധിക്കുമോ? ജോർജ് കുര്യന് സാധിക്കുമോ? ഇത്തരത്തിലൊരു വർത്തമാനം അവിടെ അവർക്ക് പറയാൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആർജവം അവർ കാണിക്കുമോ? നിങ്ങൾ എഴുതിത്താ, ഞങ്ങൾ പിന്നോക്കമാണെന്ന് എഴുതിത്താ, എന്നാൽ സഹായം നൽകാം എന്നൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമോ? അപ്പോൾ അത് സാധിക്കില്ല. കേരളത്തോട് മാത്രമേ ഇതുപോലെയുള്ള നയം സ്വീകരിക്കാൻ സാധിക്കൂ. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് BJPക്കുള്ളിൽ ആന്തരികമായി ഉള്ള കേരള വിരോധമാണ്, മലയാളി വിരോധമാണ്. ആ മലയാളി വിരോധം എല്ലാ കാലത്തും BJP സ്വീകരിച്ചിട്ടുണ്ട്, നിലപാടുകൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ കാണിച്ചിട്ടുള്ള കേരളം പാകിസ്ഥാനാണ് എന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ് നോക്കൂ, എന്തൊക്കെ ഫേക്ക് നറേറ്റീവ്സ് ആണ് കൊണ്ടുവരുന്നത്. ഒന്നുകിൽ അർത്ഥസത്യങ്ങൾ, അതല്ലെങ്കിൽ നുണകൾ, ഈ പച്ച നുണകൾ, ഇതെല്ലാം കെട്ടിപ്പൊക്കി കേരളത്തെ എന്തോ ഒരു ഭീകരവാദ കേന്ദ്രമാക്കി കാണിക്കാൻ ദീർഘകാലമായി സംഘപരിവാർ നടത്തുന്ന ഒരു വലിയ പരിശ്രമമുണ്ട്. ഒട്ടേറെ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളിൽ വീണുപോയിട്ടുണ്ട്. ഒന്ന്, അന്ന് ജയസൂര്യൻ പറഞ്ഞൊരു കാര്യം എന്താണ്? തിരൂരിലെ തുഞ്ചൻ പറമ്പിൽ തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനെതിരായിട്ടുള്ള നിലപാട് മലപ്പുറത്തെ ലീഗ് സ്വീകരിച്ചു, മലപ്പുറത്ത് സ്വീകരിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. പച്ചക്കള്ളമല്ലേ ഹഷ്മി അത്? ഞാൻ ഇന്നലെ യൂത്ത് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ള ഫെസ്റ്റിവലിൽ ഇവിടെ മലപ്പുറം ടൗണിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ പങ്കെടുത്തയാളാണ്. അതിന് മുന്നിലുള്ള ബുക്ക് ഫെയർ ഉണ്ട്. ആ ബുക്ക് ഫെയറിന് മുന്നിൽ 3 ശില്പങ്ങളാണുള്ളത്. ആ 3 ശില്പങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഞാൻ ഇന്നലെ പ്രസംഗിച്ചത് മലപ്പുറത്തിന് പ്രതിമാ വിരോധമുണ്ടെന്നുള്ള സംഘപരിവാർ നറേറ്റീവ് തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾ ഇവിടെ വന്ന് നോക്കിയാൽ മതി എന്നുള്ളതാണ്. നമുക്കറിയാം, തിരൂരിലെ തുഞ്ചൻ പ്രതിമ എന്ന് പറയുന്നത് അവിടെ വാസ്തവത്തിൽ ആ പ്രതിമ തുഞ്ചനെ അല്ലെങ്കിൽ ഭാഷാപിതാവിനെ പ്രതിനിധീകരിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ നമ്മൾ ആരും ചിത്രം കണ്ടിട്ടില്ല. അപ്പൊ ആ പ്രതിമ പോരാ, മോശമാണ്, ആ രീതിയിലല്ല കാണിക്കേണ്ടത് എന്ന് അന്നത്തെ അതിന്റെ അധ്യക്ഷനായിരുന്ന MT വാസുദേവൻ നായരും അതിന്റെ ഉത്തരവാദികളായിരുന്ന മനോരമയും ചേർന്നെടുത്ത തീരുമാനമാണ്. അത് മലപ്പുറത്തെ ജനങ്ങളുടെയും ലീഗിന്റെയും തലയിലേക്ക് വെച്ച് കെട്ടി. എന്തിന്? ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് 3 വർഷം മുമ്പ് പുതിയ BJP പ്രതിമ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ 1001 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ആരെ ചെയർമാനാക്കിയിട്ട്? ആ പാവം മെട്രോമാൻ E ശ്രീധരനെ ചെയർമാനാക്കിയിട്ട്. അന്ന് രൂപീകരിച്ചതിനപ്പുറം ആ കമ്മിറ്റി ഒരിക്കലെങ്കിലും ഒരു യോഗം ചേർന്നിട്ട്, എന്നാൽ BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയല്ലേ, എന്തേ തുഞ്ചത്ത് ആചാര്യന്റെ പ്രതിമ ഉണ്ടാക്കാത്തത്? നിങ്ങൾ 1001 അംഗ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നല്ലോ, എവിടെ പോയി? പിന്നെ മറ്റൊരു ആർഗ്യുമെന്റ് ഇപ്പൊ കൊണ്ടുവരുന്നത് എന്താ? കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ടുള്ള പ്രസ്താവന നടത്തി. അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടണം, ഒരു സംശയവുമില്ല. പക്ഷെ കോടിയേരി ബാലകൃഷ്ണൻ അല്ല കേരളം. എന്തിനാണ് കേരളത്തെ പാകിസ്ഥാൻ എന്ന് വിളിക്കുന്നത്? നോക്കൂ, ഇവിടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള നിരഞ്ജനടക്കമുള്ള എത്രയോ സൈനികർ ഈ മണ്ണിൽ നിന്നുണ്ടായവരല്ലേ. ഈ മണ്ണിന് വേണ്ടി കാർഗിൽ യുദ്ധത്തിലും 71 യുദ്ധത്തിലും 65 യുദ്ധത്തിലും 62 യുദ്ധത്തിലും 47 48 എല്ലാ സമയത്തും ഈ രാജ്യത്തിന് വേണ്ടി എത്രയോ മലയാളികൾ രക്തസാക്ഷികളായിരിക്കുന്നു, തൂക്കുകയറിലേറിയിരിക്കുന്നു, എത്രയോ ശത്രുക്കളുമായി ഏറ്റുമുട്ടി വീരമൃത്യു വെച്ചിരിക്കുന്നു. അവരെ മുഴുവൻ നിങ്ങൾ പാകിസ്ഥാനികൾ എന്ന് വിളിക്കുമ്പോൾ വാസ്തവത്തിൽ BJP അല്ലേ രാജ്യവിരുദ്ധ പ്രസ്ഥാനം നടത്തുന്നത്? ഈ മണ്ണിലുള്ള മലയാളികൾ മുഴുവൻ ഇന്ത്യക്കാരാണ്. ഞങ്ങളൊക്കെ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരാണ്. ഞങ്ങളെ മുഴുവൻ പാകിസ്ഥാൻകാരാന്ന് വിളിക്കാൻ BJPക്കാർക്ക് അധികാരം തന്നിട്ടുള്ളത്? ഈ പറയുന്ന BJPയുടെ നേതാക്കന്മാർക്ക് ആരാ അധികാരം തന്നിട്ടുള്ളത്? ഈ മണ്ണ് എങ്ങനെയാണ് പാകിസ്ഥാന്റെ മണ്ണാവുന്നത്? ഈ മണ്ണെന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. അതിനൊരു BJPക്കാരന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മലയാളിയുടെ രാജ്യസ്നേഹം എന്തായാലും BJPക്കാരന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് തെളിയിക്കേണ്ട ഒരു ഗതികേടും മലയാളികൾക്ക് വന്നിട്ടില്ല. ഇപ്പൊ നോക്കൂ, മലയാളികൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല എന്നുള്ള രീതിയിലാണ് ജോർജ് കുര്യന്റെ പ്രസ്താവന. ഇതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുന്നത്? നമുക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ, ഇപ്പൊ വയനാട്ടിൽ ജോർജ് കുര്യന്റെ ഗുരുവായിട്ടുള്ള മുരളീധരനും ഇതുപോലെയുള്ള പ്രസ്താവന നടത്തിയില്ലേ? മുരളീധരൻ എന്താ പറഞ്ഞത്? വളരെ ചെറിയ ഒരു ആക്സിഡന്റ് എന്നല്ലേ പറഞ്ഞത്? 2-3 പഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കുന്ന എന്ന രീതിയിൽ വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ള
അത്രയും വലിയ ആ പ്രകൃതി ദുരന്തത്തെ ചെറുതാക്കി കാണിക്കാനും വയനാട്ടുകാർക്ക് കിട്ടേണ്ട സഹായം ഇല്ലാതാക്കാനും ശ്രമിച്ചതാരാണ്? ജോർജ് കുര്യന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള വി മുരളീധരൻ. ആ ശിഷ്യൻ, ആ ഗുരുവിന്റെ ശിഷ്യൻ ഇപ്പൊ എന്താ പറയുന്നത്? കേരളത്തിന് സഹായം കിട്ടണമെങ്കിൽ നിങ്ങൾ എഴുതിത്താ, നിങ്ങൾ പിന്നോക്ക സംസ്ഥാനമാണെന്ന് എഴുതാന്ന്. ഇത് എവിടുത്തെ ന്യായമാണ് അഷ്മി? ഇതെങ്ങനെയാണ് മലയാളിക്ക് അംഗീകരിക്കാൻ സാധിക്കുക? ഇത്ര നെറുകെട്ട മലയാളി വിരുദ്ധത, ഇത്ര നെറുകെട്ട കേരള വിരുദ്ധത കൊണ്ട് ഈ പാർട്ടി എങ്ങനെയാണ് കേരളത്തിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്? അതിന് പരസ്യമായി മലയാളികളെ മുഴുവൻ ആക്ഷേപിക്കുകയാണ്. ഇതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? ഈ നെറികേടിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ജനരോഷം ഉയരുമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ ജോർജ് കുര്യൻ നിന്ന നിൽപ്പില് തലകുത്തി മറിഞ്ഞ് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വ്യക്തമായിട്ടും മീഡിയയുടെ മുന്നിൽ ഉള്ളതാണല്ലോ, ക്യാമറകളിൽ ഉള്ളതാണല്ലോ, മീഡിയ കാണിച്ചാണല്ലോ. ഇന്ന് എങ്ങനെ ഇപ്പൊ നിലപാട് മാറ്റുന്നത്? നീതി ആയോഗിനോട് പറഞ്ഞോളൂ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇതേ നിലപാട് ആന്ധ്രയോട് പറയാൻ ഇവർക്ക് സാധിക്കില്ല. ആന്ധ്രയോട് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ഉള്ള സർക്കാരിന് വെച്ചിട്ടുള്ള ജാക്കി അങ്ങ് ഊരിക്കളയും. അപ്പൊ നരേന്ദ്രമോദി സർക്കാർ നിലത്തു വീഴും. ബീഹാറിനോട് പറയാൻ പറ്റില്ല, നിതീഷ് കുമാർ പിൻവലിക്കും, അവർ ഈ സർക്കാർ നിലത്തു വീഴും. അബ്കി ബാർ 400 പാർ എന്നിങ്ങനെ നെഞ്ചു വിരിച്ച് പറഞ്ഞു നടന്നതല്ലേ. ഇപ്പൊ 400 ഇല്ല, 300 ഇല്ല, 240 താണപ്പോ ലക്കും ലഗാനുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ്. എന്ന് വേണമെങ്കിലും താഴെ വീഴാവുന്ന ഒരു സർക്കാരാണ്. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബുവിന്റെയും ഒക്കെ ദയാദാക്ഷിണ്യത്തിൽ കഴിയുന്ന ആ സർക്കാരിന് അതിലെ മന്ത്രിമാരോടോ ആന്ധ്രയോടോ പറയാൻ കഴിയാത്ത ശൗര്യം കേരളത്തോട് കാണിക്കുന്നത് കേരളത്തോടുള്ള അങ്ങേയറ്റത്തെ വിരോധമാണ്.